സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഫാർമസിസ്റ്റുകൾ യാചനാ സമരം നടത്തുകയാണ്. 5 വർഷമായിട്ടും കൂട്ടുന്ന വേതനം 7 വർഷമായിട്ടും കൂട്ടാത്തതിൽ പ്രതിഷേധിച്ചാണ് ഫാർമസിസ്റ്റുകൾ പ്രതിഷേധം നടത്തുന്നത്. കഴിഞ്ഞ 3 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഫാർമസിസ്റ്റുകൾ സപ്തദിന യാചനാ സമരം നടത്തുകയാണ്. സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളിലെ ഫാർമസികളുടെ നിലവിലെ മിനിമം വേതനം 7 വർഷം മുമ്പ് നിശ്ചയിച്ചതാണ്. അന്നും ഇതുപോലെ തന്നെ സംഘടനാ പ്രക്ഷോഭ പരിപാടികളും ഒപ്പം സെക്രട്ടേറിയറ്റ് മാർച്ച് അടക്കമുള്ള സമര പരിപാടികൾ നടത്തിയതിന്റെ ഫലമായാണ് വേതന തുക നിശ്ചയിച്ചത്. ഓരോ 5 വർഷം കൂടുമ്പോഴും വേതന തുക കൂട്ടാം എന്നായിരുന്നു കരാർ. എന്നാൽ ഇപ്പോൾ 7 വർഷത്തിൽ കൂടുതലായിട്ടും ഇതുവരെ വേതന തുക കൂട്ടാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ച് നടന്ന സമരം STU സംസ്ഥാന ട്രഷറർ മഹീൻ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. അത് മനസ്സിലാക്കി മരുന്ന് രോഗികൾക്ക് കൃത്യമായി കൊടുത്തില്ല എങ്കിൽ ആരോഗ്യരംഗത്തുണ്ടാകുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ നമ്മളെല്ലാം തന്നെ നമുക്കറിയാം. ഏതെങ്കിലും ഒരു ഗുളികയോ ഒരു ഇഞ്ചക്ഷനോ മാറിപ്പോയാൽ ഉള്ള അതിന്റെ വിപത്തുകൾ വലുതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുള്ള കാര്യം ഞാനിവിടെ എടുത്തു പറഞ്ഞത്. അതുകൊണ്ട് ഈ 2023 ഏപ്രിൽ മാസത്തിലെ കരട് വിജ്ഞാപനം അതൊരു അന്തിമ വിജ്ഞാപനമായി ഇറക്കിക്കൊണ്ട് 2023 ഏപ്രിൽ മാസത്തെ പിൽക്കാല പ്രാബല്യത്തോടുകൂടി ഫാർമസിസ്റ്റ് മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ വേതനം പുതുക്കി നിശ്ചയിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി ബന്ധപ്പെട്ടവരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.